ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നത്തേക്ക് എടുത്തിരുന്ന ടിക്കറ്റ് ഉണ്ടല്ലോ ആവേശം കാണാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വന്നേക്കണേ കേട്ടോ മെജസ്റ്റിക് തിയേറ്ററിൽ. അപ്പോൾ ഏട്ടനെന്നും സിനിമക്ക് കയറണേക്ക് മുന്നേ ഒന്ന് പോയി ബാത്റൂമിലൊക്കെ പോയിട്ടാണ് വരാം, ഫ്രഷായിട്ട് വരുവേ. അപ്പോൾ പുള്ളി അതിന് വേണ്ടി പോയേക്കണേന് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുവാണേ. അപ്പോൾ ഏട്ടൻ വന്നിട്ടോ. അങ്ങനെ ഏട്ടപ്പോൾ വെള്ളം വേണമെന്നൊക്കെ ചോദിക്കുവാണ് എന്നോട്. അപ്പം സാധാരണ എനിക്ക് സാൻഡ്വിച്ചും ഇതൊക്കെ മേടിക്കാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് വേണ്ട സാധാ ഒരു മിനറൽ വാട്ടർ മതി എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് തന്ന് ഞങ്ങളിങ്ങോട്ട് നടക്കുവാണ്. അപ്പോൾ സ്ക്രീൻ 2-വിലാണെന്ന് വരുന്നു. സ്ക്രീൻ 2-വിലായിരുന്നു. സ്ക്രീൻ 1-ലായിരുന്നു സിനിമ. അപ്പം ഞങ്ങളവിടെ വന്ന് നിന്നിട്ട് ഒരിതില്ല, അകത്ത് ക്ലീനാക്കുവാണ്. അപ്പോൾ കയറാൻ പറ്റില്ലല്ലോ, അങ്ങനെ എല്ലാവരും കൂടി നിൽക്കണം. അപ്പോൾ എല്ലാവരും ഏട്ടൻ്റെ മുടിക്കിട്ട് നോക്കണമായിരുന്നു. എനിക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ലേ. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്ന സമയത്താണ് മുകളിൽ ഫാൻ കാണുന്നത്. എന്ത് കാര്യത്തിന് ഇട്ടേക്കണേണെന്നാവോ ആ ഫാൻ, കറങ്ങണമില്ല, വെറുതെ ഒരു ഷോയ്ക്ക് ഇട്ടേക്കണേണെന്ന് തോന്നുന്നു. ചൂടെടുത്തിട്ടാണെങ്കിൽ നിൽക്കാൻ പറ്റില്ല. ഞാനപ്പോൾ അതിൻ്റെ സ്വിച്ച് അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്നൊക്കെ നോക്കണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഡോർ ഓപ്പണായി, നമുക്കിനി ടിക്കറ്റ് കൊടുത്ത് കയറാവേ. അപ്പോൾ ഏട്ടൻ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി നിൽക്കണേന്. ഇനി കൊടുത്തിട്ട് നമ്മളകത്തേക്ക് കയറുവാണ്. അപ്പം മെജസ്റ്റിക് തിയേറ്റർ എന്ന് പറയുന്നത് 3 സ്ക്രീനാണ് കേട്ടോ. അതിലെനിക്ക് 3ാമത്തെ സ്ക്രീനിൻ്റെ ഉള്ളിൽ കയറുന്നത് ഇഷ്ടമല്ല. ഫസ്റ്റ് സെക്കൻഡ് ഇഷ്ടമാണ്. 3ാമത്തെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടുങ്ങിയ ടൈപ്പാണ്. നമ്മൾക്കൊരു ഫ്രണ്ടിൽ നിന്ന് 4ാമത്തെ നിരയും കണ്ടാണ്, 4 3 നിരയായിട്ട് അവിടെയായിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഒരു സൈഡിൽ അത്രയ്ക്ക് തിരക്കായിരുന്നു. ആവേശം എന്ന് പറയുന്ന സിനിമ പോലെ തന്നെ നമ്മൾ ആവേശം കൊള്ളിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ആവേശം. എന്താ പറയുക, സിനിമ തീരും വരെ ചിരിച്ച് എനിക്ക് വയറിന് നീര് വീണു അത്ര. അപ്പോൾ മെജസ്റ്റിക് തിയേറ്ററിലേക്ക് സ്വാഗതം. പിന്നെ തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര ഫുള്ളായിരുന്നു. ഫുള്ളെന്ന് വെച്ചാൽ അത്രയും തിരക്കായിരുന്നു. നമ്മുടെ എന്തിട്ടാ പറയുക, രോമാഞ്ചം, മഞ്ഞുമൽ ബോയ്സൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടായിരുന്ന അതേ തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. മഞ്ഞുമൽ ബോയ്സ് കാണാൻ വേണ്ടി പോയിട്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് ഏറ്റവും ഫ്രണ്ടിലായിരുന്നു. അതും ഞാൻ പറഞ്ഞ പോലെ സ്ക്രീൻ 3-ലായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സ്ക്രീനായിരുന്നു ഇത്. പിന്നെ സിനിമ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അഡ്ജസ്റ്റബിളായി, അങ്ങനെ അങ്ങോട്ട് പോയി. കുറേ പരസ്യങ്ങളായിരുന്നു കേട്ടോ. ഏറ്റവും പിന്നെ സിനിമ എന്താ തുടങ്ങാത്തതെന്ന് പറഞ്ഞ് ബോറടിച്ച് പണ്ടാറടങ്ങിയിരിക്കണേ. പിന്നെ എന്താ പറയുക, ഈ കാണുന്ന പരസ്യം കണ്ട അത് ഞങ്ങൾ 2 പേരും ഡബ് ചെയ്യുമോ, അവിടെ പറയണ പോലെ തന്നെ ഇവിടെയും പറയും. ഭയങ്കര അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു പരസ്യമാണ്. ബാക്കിയൊരു പരസ്യം ഇഷ്ടമല്ല. പിന്നെ അത് നമ്മുടെ ആ സിനിമയിലെ 3 പുതുമുഖങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഇതാണ്. 4 പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഇതാണ്. പിന്നെ ഞാൻ കാത്തിരിക്കണ ആവേശം എന്നുള്ളൊരു ഇത് വന്നില്ലല്ലോ, ടൈറ്റിൽസ് ഇത് വന്നില്ലല്ലോ. നോക്കിയിരുന്ന് എൻ്റെ കൈ കളച്ചു. ഫഹദിനെ കാണിക്കണ സീനെല്ലാം സൂപ്പർ, പൊന്നോ പൊളി. സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ സൂപ്പർ പൊളി, ഒന്നും പറയാനില്ല. അത്രയും നല്ലൊരു സിനിമ ആവേശം ടൈറ്റിലൊന്നും. പിന്നെ സുഖമായിട്ടിരുന്ന് സിനിമയൊക്കെ കണ്ടിട്ട് നല്ലോണം ആസ്വദിച്ച് കണ്ട്, ഡാൻസ് ഒക്കെ കളിച്ച് കണ്ട്. പിന്നെ നമ്മൾ തിയേറ്ററിൽ നിന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ പോരുവാണേ. അപ്പോൾ പോകുന്ന വഴിക്ക് മുഴുവൻ ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായ. പിന്നെ ഞങ്ങൾ വീടെത്തിയാലെന്നല്ല, പിറ്റേ ദിവസവും അത് കഴിഞ്ഞിട്ട് ഒരു 5-6 ദിവസത്തേക്കൊക്കെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും. ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്കെല്ലാം ആവേശ സിനിമനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുവാണേ. ഇതിപ്പം നമ്മുടെ ആസ്പത്രിപ്പടി സ്റ്റോപ്പാണ് കേട്ടോ. കേട്ടാ, അപ്പുറത്ത് പോലീസ് സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പെരുമ്പള്ളി പാലം കയറി പോവണം കേട്ടാ. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പെരുമ്പള്ളി പാലം.
അവിടെ ഒരു ക്യാമറയൊക്കെ വെച്ചേക്കണോണ്ടാണ് ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ചേക്കണത്. കാരണം എനിക്ക് ഹെൽമെറ്റ് വെക്കാൻ പറ്റത്തില്ല. എൻ്റെ കണ്ണട നശിഞ്ഞു. ഈ കണ്ണട ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കണ്ണട നമ്മുടെ വീരാൻകുട്ടി കടിച്ചു പൊട്ടിച്ചു. ഞാനൊന്ന് പുറത്ത് പോയി വന്ന് ഇവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കണ തിരക്കിൽ ചെടിയൊക്കെ വെച്ചേക്കണ ആ സൈഡിൽ അങ്ങനെ ഊരി വെച്ചേക്കണായിരുന്നു. പിന്നെ എടുത്ത് വെക്കാൻ മറന്നുപോയി. ഇത് നമ്മുടെ പെരുമ്പള്ളി സഹോദര നഗർ അമ്പലം. അപ്പം ഇനി കണ്ണട മേടിക്കണം. അപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടും പറ്റണില്ല. അപ്പോൾ അവിടെ ക്യാമറ ഉണ്ടായതുകൊണ്ട് ഹെൽമെറ്റ് വെച്ച് 2 സ്റ്റോപ്പ് ഇപ്പുറത്തല്ലേ. ഇവിടെ നമ്മൾ കൊതുക് തിരി മേടിക്കാൻ വേണ്ടി കയറിയാണ് കേട്ടോ. ഈ ചേട്ടൻ്റെ കട എപ്പോഴും 1 മണി 2, 1:30 വരെയൊക്കെ തുറന്ന് വെച്ചേക്കും. നമ്മൾ കൊതുക് തിരി മേടിച്ച് നമ്മുടെ വഴിയിലിട്ട് കിടന്നേ കണ്ടോ. അപ്പം നമ്മൾ ഇളങ്ങുന്നപ്പുഴയിലെത്തി നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വീരാൻകുട്ടി സാൻ്റക്കുട്ടി നമ്മൾ നോക്കിയിരിപ്പുണ്ടാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു. കണ്ടോ വീരാൻകുട്ടീനെ?